വളരെ ക്വിക്കായിട്ട് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ത്രൂ ഔട്ട് ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ ഡെവലപ്മെൻറ്റ്സിൽ പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലകളിലാണ് അമേരിക്ക ഇറാനിൽ ടാർഗറ്റ് ചെയ്തത്, അതേപോലെ തന്നെ ഇറാൻ തിരിച്ച് എന്തൊക്കെയാണ് അവർ നടത്തിയ പ്രത്യാക്രമണങ്ങൾ, ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ അമേരിക്ക മെർവിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലിനെതിരെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒമാൻ്റെ തീരത്ത് വെച്ചിട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. കപ്പൽ ഇന്ത്യയുടേതല്ല, പക്ഷേ ക്രൂ മെമ്പേഴ്സ് ഇന്ത്യക്കാരായിരുന്നു. 24 പേരെ റെസ്ക്യൂ ചെയ്തു എന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവസാനം 3 ഇന്ത്യക്കാർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് ഞാൻ ഈ വാർത്ത പറഞ്ഞ സമയത്ത് അമേരിക്കയാണ് ഈ മെർവിക്സ് എന്ന് പറഞ്ഞ കപ്പലിനെ അറ്റാക്ക് ചെയ്തതെന്നുള്ളത് ആ സെയിം ഡേ തന്നെ ഇൻസൈറ്റ്സ് മലയാളത്തിലൂടെ നമ്മൾ ആ വാർത്ത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. F-18 എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റിൽ നിന്നും വന്ന മിസൈലാണ് ഈ കപ്പലിനെ അറ്റാക്ക് ചെയ്തതെന്നുള്ളത് അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്ത പുറത്തു വന്നതാണ്. പക്ഷേ അത് ഓൾമോസ്റ്റ് കൺഫേംഡ് വാർത്തയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത്. അതിനെ തുടർന്ന് 2-3 പ്രേക്ഷകർ നമുക്ക് അതിനകത്ത് കമൻറ്റ് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തെളിവ് കൊടുക്കുന്നതല്ലേ, ഈ വിഷയത്തിന് മാത്രം എന്താണ് തെളിവ് നൽകാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാനിടയായി. നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം ഇന്ന് ഇന്ത്യ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് സമ്മൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 പേര് കൊല്ലപ്പെട്ട കേസിൽ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാര്യം വേറെ ഒന്നുമില്ല, അമേരിക്കയാണ് ഇത് അറ്റാക്ക് നടത്തിയത്. അതേ മാതൃകയിൽ ഇന്ത്യയുടെ മറ്റൊരു ഷിപ്പിൻ്റെ മേളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്, അതും ഒമാൻ തീരത്ത്. ഇതും അമേരിക്ക ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇത് പ്രത്യേകിച്ച് ഇന്ത്യൻ കപ്പലുകളെ ഇവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഇറാൻ്റെ അടുത്ത് നിന്നല്ല ഓയിൽ എടുക്കുന്നത്, നമ്മൾ ഒമാൻ്റെ സൈഡിൽ നിന്നും അതുപോലെ UAE സൈഡിൽ നിന്നൊക്കെയാണ് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത്. എന്നിട്ടും നമുക്ക് മേളിൽ ആക്രമണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ത്യൻ കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. കാരണം ട്രംപ് അതിന് ഉത്തരമില്ല. അതിന് പകരം ട്രംപ് മോദി നല്ലവനാണ്, വല്ലവനാണ്, ഫ്രണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെയാണ് തട്ടിവിടുന്നത്. അമേരിക്കയ്ക്ക് ഈ പണി നന്നായിട്ട് ചെയ്യാൻ അറിയാം. എന്ത് പണി എന്ന് പറഞ്ഞാൽ, ഈ വെനിസുലയുടെ സന്ദർശനം, വെനിസുലയുടെ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരെ വെനിസുലയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച, അതായത് പർച്ചേസിങ് ക്വാണ്ടിറ്റി ഇന്ത്യ ഉയർത്തിയതായിട്ട് കാണുന്നില്ല. പകരം ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സാഹചര്യത്തിലും മിഡിൽ ഈസ്റ്റ് സൈഡിൽ നിന്നും എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് ഒരു കണ്ണുകടിയായിട്ട് മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പർപ്പസ്ഫുള്ളി അവർ ഇന്ത്യയുടെ എണ്ണക്കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞാൽ വെനിസുലയുടെ സൈഡിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് എന്നും കൂടി നമ്മളിതിനെ മറ്റൊരു വീക്ഷണത്തിൽ നോക്കി കാണേണ്ടതുണ്ട്. കാരണം ഈ പരിപാടികളൊക്കെ അമേരിക്ക നന്നായിട്ട് ചെയ്യും. യുദ്ധം ഒരു സൈഡിൽ നടന്നാലും ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡ് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അമേരിക്കൻസ്. അപ്പം അത് ഒരു ഡൗട്ട് ഇല്ലാതില്ല. ഇന്ത്യ ശക്തമായ രീതിയിൽ അമേരിക്ക എടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ടാമത് അറ്റാക്ക് നടത്തിയ ഈ ജൽവീർ എന്ന് പറഞ്ഞ ഈ കപ്പലിൽ 22 ക്രൂ മെമ്പേഴ്സാണുള്ളത്. ഇവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് നടത്തിയ അതേ ആക്രമണത്തിൻ്റെ സെയിം പാറ്റേൺ ആണ് അമേരിക്ക ഫോളോ ചെയ്തത്. ഞാനിവിടെ വെച്ചിരിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ലൊക്കേഷൻസ്, അതായത് മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അസർബൈജാൻ്റെ തൊട്ട് താഴെയുള്ള ഇറാൻ്റെ പ്രൊവിൻസ്, ആ മേഖലയിലും അമേരിക്ക ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ ഇന്നലത്തെ അറ്റാക്കിൽ പങ്കെടുത്തില്ല എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും അറ്റാക്ക് നടത്തിയത് അമേരിക്കൻ സേനയാണെന്നാണ് ഇപ്പം വാർത്തകൾ പുറത്തു വരുന്നത്. രാവിലെ ഇസ്രായേലും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും അതേ മാതൃകയിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തിരുത്ത്, ശരിക്കും ഇന്നലത്തെ ഓപ്പറേഷനിൽ ഇസ്രായേൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ്ഡ് ഓൺ ലെബനനെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ലെബനൻ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അസർബൈജാൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലം, അത് കഴിഞ്ഞാൽ വറമിൻ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. ഈ വറമിൻ സിറ്റിയും അമേരിക്ക ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെഹ്റാനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കിഷ് ഐലൻഡിൻ്റെ ഭാഗത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഫാർസ് എന്ന് പറഞ്ഞൊരു ഏരിയ, ഈ ഫാർസ് ഐലൻഡ് ഏരിയ എന്ന് പറയുന്നത് സൗത്ത് പാറിൽ നിന്നും പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, ഓയിൽ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ വന്ന് എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് ഈ ഫാർസ് എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ. ആ ഏരിയയിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സൗത്ത് പാർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിരുന്ന സമയത്താണ് അമേരിക്ക അവിടെ ഒരു ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തത്. കാരണം സൗത്ത് പാർ ഖത്തറും ഇറാനും ഷെയർ ചെയ്യുന്ന ഗ്യാസ് ഫീൽഡാണ്. അപ്പോൾ അവിടെ ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അമേരിക്ക എടുത്തിട്ടുണ്ട്. അവിടേക്ക് കണ്ണുമടച്ച് അറ്റാക്ക് നടത്തിയില്ല, അത് ജസ്റ്റ് പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അലേർട്ട് കൊടുക്കുന്നതാണ് ഇറാന്.
പക്ഷെ അമേരിക്കയ്ക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് നെഗോസിയേഷനിലൂടെ ഇറാനെ തളയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം പൊതുവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇവിടെ ചർച്ചകൾ നടക്കുന്നില്ല, ഡയലോഗുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവേദികളിലൂടെ കൈമാറപ്പെടുന്നുണ്ട്, മീൻസ് സോഷ്യൽ മീഡിയയിലൂടെ, അല്ലാതെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നില്ല. ട്രംപിന്റെ ഹാർഡ് ഹിറ്റ് നടത്തിയതിനെ തുടർന്ന് ഇതെല്ലാം തന്നെ റഡാർ സ്റ്റേഷനുകൾ, അതേപോലെ ആന്റന, ഇതുമാതിരിപ്പെട്ട IRGCയുടെ വളരെ നിർണായകമായിട്ടുള്ള ഈ ബോർഡർ ഏരിയയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടി കടൽ തീരങ്ങളിൽ വരുന്ന കപ്പലുകളായിക്കോട്ടെ, ഇവിടെ നടക്കുന്ന വിഷയങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള കംപ്ലീറ്റ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് അമേരിക്ക തച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ. ഇത് തികച്ചും ഇറാനെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് മേഖലയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തുന്ന ആക്രമണമായിട്ടാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും അവർ ഡിസ്കണക്റ്റഡ് ആയെന്ന് വെച്ചാൽ ഇല്ല. കാരണം എന്താണ്, ഇന്നുകൂടി അവർ 2 കപ്പലുകൾക്ക് നേരെ IRGC അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. 2 കപ്പലുകൾ IRGC അറ്റാക്ക് ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. കുവൈറ്റിലേക്ക് ടാർഗറ്റ് ചെയ്ത് മിസൈലുകൾ അയച്ചിട്ടുണ്ട്, അതുപോലെ ബഹ്റൈനിലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ മിനിഞ്ഞാന്ന് നടത്തിയ അറ്റാക്കിൽ ആ ബോംബ് വീണതുപോലെയുള്ള ഒരു ഫുട്ടേജ് IRGC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കൃത്യമായിട്ട് ബഹ്റൈനിൽ ആ ബോംബ് വീണിട്ടുണ്ട്. അവിടെ ഒരു 9 വയസ്സ് പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് അവൈലബിൾ ആണ്, ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ 12 ബാലിസ്റ്റിക് മിസൈലുകൾ ജോർദാന്റെ ഉള്ളിലേക്കുള്ള അമേരിക്കൻ ബേസിനെ മാത്രം ടാർഗറ്റ് ചെയ്തവർ അയച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം പതിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്, ബാക്കിയെല്ലാം തന്നെ ജോർദാൻ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിച്ചത് 5 റീഫ്യൂവൽ ടാങ്കർ എയർക്രാഫ്റ്റുകൾ, 2 KC-135 കാറ്റഗറിയിൽ വരുന്ന സ്റ്റാറ്റോ ടാങ്കേഴ്സ്, 3 KC-46A പെഗാസസിന്റെ സർവൈലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച എയർക്രാഫ്റ്റുകൾ 3 എണ്ണം, US നേവി P-8A പൊസൈഡോൺ കാറ്റഗറിയിൽ വരുന്ന, അതും ഇന്റലിജൻസ് കാറ്റഗറിയിലേക്ക് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റാണ്. അതേപോലെ അവരുടെ B സീരീസിൽ വരുന്ന ബോംബറുകൾ ഉപയോഗിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള B-52 ആണോ അല്ലെങ്കിൽ B-2 ആണോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിലുള്ള ഒരു ടീമാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നലത്തെ അറ്റാക്കിന് വേണ്ടിയിട്ട്. ഇതിനെ തുടർന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഉടനെ തന്നെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് സംസാരിക്കുകയുണ്ടായി, അതായത് ത്രൂ പാകിസ്ഥാൻ. അപ്പോൾ അവർക്ക് എപ്പോഴും നെഗോസിയേഷൻ്റെ ഡോർ ഓപ്പൺ ആണ്. അവർക്ക് കിട്ടാനുള്ള ഗുഡ് ഓപ്പർച്യൂണിറ്റി അവർ നഷ്ടപ്പെടുത്തുകയാണ്. അവർ വളരെ സ്മൂത്തായിട്ട് വന്നിട്ട് ഡീലിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും, ഇറാൻ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ട്രംപ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് വന്ന അടുത്തൊരു 10 മിനിറ്റിൽ ഇറാന്റെ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇറാൻ ട്രംപിനെ വിശേഷിപ്പിച്ചത് ബഫൂൺ എന്നാണ്. വാഷിങ്ടണിൽ ബഫൂൺ ഉണ്ട്, ഇറാനിൽ നിന്ന് ആരും തന്നെ ആ ബഫൂണെ വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത്തരത്തിൽ അമേരിക്കയെ പകരത്തിന് പകരം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇറാൻ്റെത്. പകരത്തിന് പകരം പക്കായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിന് 3 എണ്ണം പുറകെ വിടുന്നുണ്ട്. അത് വല്ലാത്ത രീതിയിൽ വികൃതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ട്രംപിനെതിരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇത്രയും തറ ലെവലിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇറാൻ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ട്രംപ് കൂളായിട്ട് അങ്ങ് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഒരു സൈലന്റ് ആണ്. ഇപ്പം ഇറാനും അഗ്രസീവായിട്ടുള്ള അറ്റാക്ക് നടത്തുന്നില്ല, അതുപോലെ അമേരിക്കയും ഇപ്പോൾ ഉടനെ അറ്റാക്ക് നടത്തുന്നില്ല. ഇനി രാത്രി അറ്റാക്ക് നടത്തുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ജോർദാന്റെ എയർബേസിലേക്ക് ഇറാൻ നടത്തിയ അറ്റാക്കിൽ ഇറാൻ ക്ലെയിം ചെയ്യുന്നത് ഒരു F-35, ഒരു F-15, ഒരു F-16 3 ഫൈറ്റർ ജെറ്റുകൾ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഹാങ്കറിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് 3 തന്നെ ഡാമേജ് ആയിട്ടുണ്ട് എന്ന് വളരെ ഉറപ്പിച്ച് പറയുകയാണ് IRGC. ഇത് തീർച്ചയായിട്ടും ഇത് ഡാമേജ് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് IRGC പറയുന്നത്. എങ്ങനെ അവർ കണ്ടെത്തുന്നത് നമുക്കറിയില്ല. ഇപ്പം ഇറാന്റെ എല്ലാ റഡാർ സിസ്റ്റവും ഇവർ തകർത്തതായിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം ചൈന എന്ന് പറഞ്ഞ വേറൊരു സംഗതി ഉണ്ട്, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യം. ഇറാനിൽ പൂർണ്ണമായിട്ടും റഡാർ ഇല്ലെങ്കിൽ തന്നെയും ചൈന കൃത്യമായിട്ട് റഡാർ ഇമേജസ് എടുത്ത് ഇറാന് കൈമാറും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് വളരെ അനിവാര്യമാണ്. ഇവിടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശരിക്കും ഇപ്പുറത്ത് ലൈനപ്പ് ചെയ്ത് കിടക്കുന്ന ഇറാഖിൻ്റെ ആ ഒരു സൈഡ് തൊട്ടേ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഇങ്ങനെ ഒമാൻ, ഇത്തരത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ ഷിപ്മെൻറ്റിലൂടെ കൊണ്ടുപോകാനും അതുപോലെ അവരുടെ എക്സ്പോർട്ട് നടത്താനും പറ്റാത്ത സാഹചര്യമാണ്. ഇറാൻ അമേരിക്ക രണ്ടുപേരും അടിച്ചു തീർക്കുക.
ഒന്നെങ്കിൽ ഇറാൻ കൺട്രോൾ ചെയ്യട്ടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അല്ലെങ്കിൽ അമേരിക്ക കൺട്രോൾ ചെയ്യട്ടെ. നിങ്ങൾ ആര് വേണമെങ്കിലും കൺട്രോൾ ചെയ്തു. പക്ഷേ ഇവിടെ ചരക്ക് ഗതാഗതം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കേണ്ടതുണ്ട്. ശരിക്കും ഗ്ലോബൽ ക്രൈസിസ് ആണ്. ഇനി ഒരു സമാധാന ചർച്ചയിൽ എത്തി രണ്ടുപേരും ഒരു പീസ് ഡീലിൽ സൈൻ ചെയ്താൽ പോലും ഈ ഉണ്ടായ ഡാമേജ് നികത്താൻ ഒരുപാട് സമയമെടുക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു പീസ് ഡീലിൽ എത്തിയാൽ തന്നെയും അത്ര എളുപ്പത്തിൽ ഈ ഡാമേജ് നികത്താൻ പറ്റില്ല, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു നെഗോസിയേഷൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞുള്ള മുന്നോട്ട് പോക്ക്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയില്ലേ, അമേരിക്കയുടെ ഡബിൾ ഗെയിം. നമ്മൾ ആ വീക്ഷണത്തിലൂടെ നമ്മൾ ഇതിനെ ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്ക ഈ യുദ്ധത്തിനെ വല്ലാത്ത രീതിയിൽ പീസ് ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയി എണ്ണ മാർക്കറ്റ് മൊത്തം അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഒരു നിശ്ചിത തോതിൽ പ്രൈസ് സെറ്റ് ചെയ്ത് അവർ വിൽപ്പന നടത്തും. അത് വെനിസുല എണ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ ഓയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഓൺ ചെയ്യുന്ന എണ്ണ കമ്പനികളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ. ഇതെല്ലാം തന്നെ കച്ചവടങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ ഈ യുദ്ധത്തിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു എലാസ്റ്റിസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ. കാരണം 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞു യുദ്ധം വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കാണാൻ കഴിയുന്നത്. ഒരടി അടിക്കുന്നു, അതിന് ഞങ്ങൾ അടിക്കില്ല എന്ന് പറയുന്നു. പിന്നെ അടുത്ത ദിവസം വീണ്ടും അറ്റാക്ക് നടത്തുന്നു, വീണ്ടും ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചാഞ്ചാട്ടം കാണുന്നുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പോൾ പണ്ട് ജോർജ് ബുഷൊക്കെ നടത്തിയില്ല, നേരെ അങ്ങ് ചറപറാന്ന് പോയി അടിക്കുകയാണ്, ത്രൂ ഔട്ട് അടിച്ചങ്ങ് ഫിനിഷ് ചെയ്യുക. ആ ഒരു മെത്തേഡ് തുടർന്നെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും ഒരു നെഗോസിയേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഡീലിലേക്കോ എത്തിയേനെ ഇതിനു മുമ്പ്. ഇതിങ്ങനെ ഗ്യാപ്പ് വിട്ട് അവസാനം ഇത് ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. വലിയ പോപ്പുലേഷനുള്ള ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, പല രാജ്യങ്ങളെയും ഇത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ മേഘാലയ റീജിയനിൽ ചെറിയ ക്ലാഷ് നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ ബംഗ്ലാദേശ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 5 വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാൻ കഴിയും. മേഘാലയ ബോർഡർ ഏരിയയിൽ ചെറിയ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ബംഗ്ലാദേശ് ഇല്ലീഗൽ എമിഗ്രന്റുകൾ ബംഗ്ലാദേശിലേക്ക് പോകുന്ന സമയത്ത്, മേഘാലയയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പോകുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് ഇതിൽ കരുതി കൂട്ടിയിരിക്കുകയാണ്, ഇതിനെ എതിർക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോക്ക്. ठीक है, आप का भी पता, ठीक है, होगा तभी होगा। और आप गुली करो ना, गुली करो ना, गुली ना बता अच्छे ഷേഖ് ഹസീന പോയതിനെ തുടർന്ന് 2 സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു നല്ല കാര്യം, ഈ ഇല്ലീഗൽ ഇമിഗ്രന്റുകളെ കൃത്യമായിട്ട് ഈ അനധികൃതമായിട്ട് ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്ന ഈ ബംഗ്ലാദേശികളെ കണ്ടെത്താനും അവരെ കൃത്യമായിട്ട് പറഞ്ഞയക്കാനുമുള്ള ആ ഒരു നടപടിക്രമം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞു. ഷേഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഭരിക്കുന്നതെങ്കിൽ ഈ പ്രവൃത്തി ഇന്ത്യക്ക് അത്ര എളുപ്പത്തിൽ നടത്താൻ പറ്റില്ല. അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും. ഷേഖ് ഹസീന ഉണ്ടായിരുന്നിടത്തോളം ഈ മാതൃകയിൽ ഇന്ത്യ ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. ഷേഖ് ഹസീന പദവിയിൽ നിന്നും ഇറങ്ങിയത് ഒരു കണക്കിന് ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷെ അതേസമയം അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. കാരണം നമുക്ക് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ സൈഡിലുള്ള സപ്പോർട്ട്, ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിപ്പോൾ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇല്ലീഗൽ എമിഗ്രന്റുകളെ എത്രയും വേഗം വാഷ് ഔട്ട് ചെയ്യണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. പാകിസ്ഥാനിൽ മിർപൂർ അതേപോലെ POK മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. പാകിസ്ഥാൻ ശരിക്കും POK പ്രതിഷേധത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. കാരണം ഡേ നൈറ്റ് പ്രതിഷേധം, രാത്രിയും പകലും പ്രതിഷേധമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ശരിക്കും POKയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുമില്ല.
ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ പ്രതിഷേധം POKയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പണ്ടൊക്കെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴേ അവരൊന്ന് 1-2 പേരെ വെടിവെക്കും, അതോടുകൂടി ഈ പ്രശ്നം അങ്ങ് തീരും, പ്രതിഷേധക്കാരൊക്കെ അടങ്ങി അങ്ങ് പോകും. പക്ഷേ ഇത്തവണ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ ഓയിൽ കളികൾ നടക്കുകയാണ്. ഈ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ എണ്ണ മൊത്തം ഞങ്ങൾ എടുക്കും, മില്യൺ കണക്കിൽ ബാരൽസ് ഞങ്ങൾ സ്വന്തമാക്കും എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓപ്പണായിട്ട് തന്നെ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.